6 മാസങ്ങൾക്ക് ശേഷം ഇതാ ഞങ്ങൾ അടുത്ത ട്രിപ്പ് പോവാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആരാണ് ഞങ്ങൾ 7 ഫാമിലിയാണ്. ഈ 7 ഫാമിലി ഇപ്പോൾ ഒരൊറ്റ ഫാമിലി പോലെയാണ്. എങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്, ഞങ്ങളെങ്ങനെ പരിചയപ്പെട്ടു, എങ്ങനെ ഒരു ടീമായി എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഞങ്ങൾ പോകുന്നത് കക്കാടംപൊയിലൊരു റിസോർട്ടിലേക്കാണ്. മിസ്റ്റിക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടാണ്. റിസോർട്ടൊക്കെ നമുക്ക് വീഡിയോയിൽ പോണ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ പോണ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ്. അപ്പം ഞങ്ങളവിടെ പോയ സമയത്ത് തന്നെ അത് ഫുൾ കോട മൂടിയിട്ട് അത്രയ്ക്ക് മനോഹരമായി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കണ്ടോ, ഈ ഭാഗമൊക്കെ ഫുൾ നമുക്ക് അവിടെ നിർത്തിയിട്ടിട്ട് വണ്ടിയൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കോടയായിരുന്നു കേട്ടോ. നല്ല വൈബുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോകെ ഈ വീഡിയോൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ വിഷ്വൽസും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇനി നമ്മുടെ ബാക്കി കഥ തുടങ്ങുക. ഈ 7 ഫാമിലി എങ്ങനെ ഒരു ഫാമിലി ആയെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ ഭർത്താക്കന്മാർ പോലീസ് ട്രെയിനിങ്ങിന് ഒന്നിച്ചായിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ ഒന്നിച്ചുള്ളൊരു 7 പേരടങ്ങുന്ന ഒരു ടീമാണ് കേട്ടോ. അങ്ങനെ അവർ ഞങ്ങളും തമ്മിൽ ആദ്യമായിട്ടൊരു യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ നവംബർ ആ ഒരു സമയത്താണ്. അത് ഇതുപോലെ ഒരു റിസോർട്ടായിരുന്നു, വയനാട്ടിൽ ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. അന്ന് ഞങ്ങളാരും ഇത്രയ്ക്ക് ക്ലോസ് ആയിരുന്നില്ല. പിന്നെ അവിടെ വെച്ചിട്ട് ആ ഒരൊറ്റ ട്രിപ്പ് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചക്കേമേൽ ഈ ചൊട്ടുക എന്നൊക്കെ പറയില്ല, അതേപോലെ വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ അടുത്തുപോയി. എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ കുറേ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ, കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളിപ്പോൾ ഒരു റീൽ എടുക്കാൻ വിളിച്ചാൽ എന്തിനാണെങ്കിലും എല്ലാവരും റെഡിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇനിയിപ്പോൾ ഓർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോരു സന്തോഷമല്ലേ എല്ലാവരോടും എന്ത് വിചാരിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, എല്ലാവരും വരും. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവരും സെറ്റാണ്. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു റിസോർട്ടായിരുന്നു. നല്ല ആംബിയൻസും ഇൻഫിനിറ്റി പൂളൊക്കെ ആയിട്ട് നല്ലൊരു റിസോർട്ട്. പക്ഷേ അവിടുത്തെ കസ്റ്റമർ സർവീസ് എന്നാൽ വളരെ 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 മോശമായിരുന്നു. നമ്മളിപ്പോൾ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നത് എൻജോയ് ചെയ്യാനല്ലേ, അപ്പോൾ അവരുടെ സർവീസ് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയില്ല. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ ബാത്റൂമിൽ ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ തൊട്ട് ഫുൾ മഴയായിരുന്നു. പിന്നെ മഴയൊന്നും ഒതുങ്ങിയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ വീണ്ടും മഴ ചെയ്തപ്പോൾ ഞങ്ങൾ വീണ്ടും കയറി നിന്ന്. പിന്നെ ഈ മഴയൊക്കെ ഒതുങ്ങിയതിന് ശേഷം വീണ്ടും ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങിയാണ്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്യാഷിൻ്റെ പകുതി മുതലായതാ ഈ കോടയും അവിടുത്തെ ഒരു ആംബിയൻസൊക്കെ ആയിരുന്നു. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അപ്ലോഡ് ചെയ്യുന്നൊന്നും ഒരുപാട് ആൾ കാണുന്നു അങ്ങനെ ഒരു ഇതൊന്നുമല്ല. ഞങ്ങളെ യാത്രേൻ്റെ ഒരു മെമ്മറി, അത് സൂക്ഷിക്കാനൊരു സ്ഥലം, അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ കഴിഞ്ഞതാ ചായ കുടിക്കാൻ പോയി. 3 പഴംപൊരീൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് ഗൈസ്. ഒരു ചായക്ക് 40 രൂപയും കണ്ട് ചാർജ് ഉണ്ട്. ഫുഡൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഫ്രീ ടൈമൊക്കെ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് തന്നെ ആ വ്യൂ പോയിന്റിൽ പോയപ്പോൾ ഞങ്ങൾ ഒരുപാട് റീൽസ് എടുത്ത് കുറേയൊക്കെ ഞങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് നാട്ടുകാരെ ഫുൾ വെറുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ വീഡിയോയിലൂടെ ഇട്ടുകൊണ്ട് വെറുതെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചു. ഇനി ഇതാണ് ഞങ്ങളെ കുട്ടിപ്പട്ടാളങ്ങൾ. ഒരു വീഡിയോയിൽ ആരും കാണാത്ത ടീംസ് കേട്ടോ ഇത്. ഇവർ കുട്ടികളെന്ന് പറഞ്ഞാൽ ഫുൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഫുൾ ടൈം ഒരുമിച്ച്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇവരെ നോക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ ചിന്തിക്കേണ്ടേ വന്നില്ല. എപ്പോഴും ഇവർ ഒരുമിച്ച് കളിച്ചോളും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്ത് നല്ലൊരു ടീമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലത്തെ ഹാളിൽ പോയി കുറച്ച് നേരം പാട്ടൊക്കെ പാടി. അതിനുശേഷമാണ് ഡിന്നർ ടൈമിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറാട്ടയും പിന്നെ നാനും ബട്ടർ ചിക്കനും ആയിരുന്നു, പിന്നെ ഗോബി മഞ്ചൂരിയനും. ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ബില്ല് മാത്രം ആരും ചോദിക്കേണ്ട. പിന്നെ മോർണിംഗിലുള്ളൊരു വ്യൂ ആട്ടോ ഈ കാണുന്നത്. എല്ലാവരും നൈറ്റൊക്കെ പോയി ഉറങ്ങി. അതിൻ്റെ മുന്നേ കുറേ റീൽസ് എടുത്തിട്ടോ. ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ 12 മണി 1 മണിയായിരുന്നു രാത്രി ഉറങ്ങുമ്പോൾ. അതിന് മുന്നേ കുറേ റീൽസ് എടുത്ത് അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മോർണിംഗ് വ്യൂ കഴിഞ്ഞതാ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്, അൺലിമിറ്റഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇഡ്ഡലി, അതുപോലെ പൂരി,
ഉപ്പുമാവുണ്ട്, ഓംലെറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ബ്രെഡ്, ജാം, അതുപോലെ ജ്യൂസ്, ടീ, കോഫി. അപ്പോൾ അതൊക്കെ റിച്ചായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു 11 മണി 11:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ലാസ്റ്റ് എടുത്തൊരു റീലാട്ടോ. ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല, എഡിറ്റിങ് കഴിഞ്ഞില്ല കേട്ടോ. ഒരു റീലെടുത്ത് എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ വരുന്ന വഴിക്ക് മുക്കത്തുനിന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ലഞ്ച് കഴിച്ച്. ഞങ്ങൾ സാധാ മീൽസാട്ടോ ഓർഡർ ചെയ്ത്. നല്ല ടേസ്റ്റുള്ള ഫുഡ് ആയിരുന്നു അവിടുത്തെ, പറയാതിരിക്കാൻ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. ചോറും കറിയും അവിടുത്തെ മീൻകറി പ്രത്യേകിച്ചിട്ട് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ യാത്രേൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ബൈ.